ആലപ്പുഴ നോർത്ത് സ്റ്റേഷനിൽ സേവനമനുഷ്ഠിക്കുന്ന സമയത്ത് മലയാള ചലച്ചിത്ര രംഗത്ത് പ്രവർത്തിച്ചിരുന്ന സെബാസ്റ്റ്യൻ കുഞ്ഞു ഭാഗവതർ എന്നൊരു മനുഷ്യനെ അദ്ദേഹം പരിചയപ്പെടുന്നു. അദ്ദേഹം എസ്.ഐ. നാടാരെ ചില സംവിധായകരെയും നിർമ്മാതാക്കളെയും ഒക്കെ പരിചയപ്പെടുത്തി. പലരും വാഗ്ദാനങ്ങളൊക്കെ നൽകി അടുത്ത പടത്തിൽ വിളിക്കാം എന്നൊക്കെ പറഞ്ഞെങ്കിലും എങ്ങു നിന്നും ഒരു കോൾ പ്രതീക്ഷിച്ചതുപോലെ വന്നതുമില്ല. അങ്ങനെയിരിക്കെ തൻ്റെ ഒരു സുഹൃത്തും കൗമുദി എഡിറ്ററുമായിരുന്ന കെ ബാലകൃഷ്ണൻ ഒരു സിനിമ നിർമ്മിക്കുന്നു എന്നറിഞ്ഞിട്ട് അദ്ദേഹത്തെ നേരിൽ കണ്ട് തൻ്റെ ആവശ്യം അറിയിച്ചു. ഈ കെ ബാലകൃഷ്ണൻ സത്യനേശൻ നാടാർ അഭിനയിച്ച പല നാടകങ്ങളും കണ്ടിട്ട് അദ്ദേഹത്തിന്റെ അഭിനയ കഴിവിലൊക്കെ വിശ്വാസമുണ്ടായിരുന്നു. ഈ ബാലകൃഷ്ണൻ തന്നെ രചിച്ച് നിർമ്മാണവും നിർവഹിച്ച ത്യാഗസീമ എന്ന സിനിമയിൽ സത്യനേശൻ നാടാർക്ക് അഭിനയിക്കുവാനായിട്ട് ഒരു അവസരം ലഭിച്ചു. എന്നാൽ അന്നത്തെ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടായിരുന്ന മേരി അർപ്പുതം പോലീസിൽ സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സിനിമ അഭിനയത്തിന് പോകുന്ന നടപടിയെ ശക്തമായി എതിർത്തു. തുടക്കത്തിലെ നേരിടേണ്ടി വന്ന ഈ പ്രതിബന്ധത്തെ എസ്.ഐ. നാടാർ പ്രതികരിച്ചത് തൻ്റെ ജോലി രാജിവെച്ചുകൊണ്ടായിരുന്നു. പക്ഷേ ഈ ആദ്യ സിനിമയായ ത്യാഗസീമ പുറത്തിറങ്ങിയില്ല. എന്നാൽ ത്യാഗസീമ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് കാരണം പലരും മനസ്സിലാക്കി അതുവരെ മലയാളം കണ്ടുകൊണ്ടിരുന്ന ഒരു അഭിനയ ശൈലിയല്ല, ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ പുതിയൊരു അഭിനയ ശൈലി ഉണ്ട് എന്ന്. സ്വതവേ നടന്നുകൊണ്ടിരുന്ന നാടകീയമായ അഭിനയ രീതികൾ ഉപേക്ഷിച്ച് സത്യനേശൻ നാടാരുടെ അഭിനയം വേറിട്ടു നിൽക്കുന്നു എന്ന് പലരും അറിഞ്ഞു തുടങ്ങി. ഈ ത്യാഗസീമ എന്ന സിനിമയുടെ ചില റീലുകൾ പി. സുബ്രഹ്മണ്യം കാണുവാനിടയായി. 1952 പി. സുബ്രഹ്മണ്യം നിർമ്മിച്ച ആത്മസഖി എന്ന സിനിമയിൽ സത്യനേശൻ നാടാരെ കാസ്റ്റ് ചെയ്യുവാനായിട്ട് അദ്ദേഹം തീരുമാനിക്കുന്നു. പി. സുബ്രഹ്മണ്യമാണ് സത്യനേശൻ നാടാർ എന്ന പേര് മാറ്റി സത്യൻ എന്ന പേര് മലയാളിക്ക് സമ്മാനിച്ചത്. സത്യൻ മാഷിൻ്റെ കരിയറിലെ ആദ്യമായി പുറത്തിറങ്ങിയ സിനിമ ഈ ആത്മസഖിയാണ്. കറുത്ത നിറവും തൻ്റെ ഉയരക്കുറവ് ഇതുപോലെയുള്ള കുറവുകളെല്ലാം അഭിനയ ശൈലി കൊണ്ട് അദ്ദേഹം അപ്രസക്തമാക്കി കളഞ്ഞു. ഒട്ടും നാടകീയതയില്ലാതെ വൈകാരിക മുഹൂർത്തങ്ങളൊക്കെ ജീവിത യാഥാർത്ഥ്യത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന രീതിയിൽ അഭിനയിച്ച് പ്രതിഫലിപ്പിച്ച സത്യൻ മാഷ് മലയാള ചലച്ചിത്ര രംഗത്ത് ഒരു സത്യൻ ഇഫക്റ്റ് തന്നെ സൃഷ്ടിച്ചെടുത്തു. ആത്മസഖിക്ക് ശേഷം പുറത്തിറങ്ങിയ നീലക്കുയിൽ എന്ന സിനിമ മലയാള സിനിമാ ചരിത്രത്തിലെ തന്നെ ഒരു നാഴികക്കല്ലായി മാറി.